ക്ഷേത്രാചാരങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പംക്തിയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന 2 ചോദ്യങ്ങളാണ് എന്താണ് ആചാരങ്ങൾ, എന്താണ് അനുഷ്ഠാനങ്ങൾ എന്നുള്ളത്. രണ്ടും 2 പദങ്ങൾ തന്നെയാണ്, 2 അർത്ഥങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സാമാന്യ അർത്ഥം ആചരിച്ച് വരുന്നത് എന്നാണ്. ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഒരു ശാസ്ത്രപ്രമാണം ആചാരങ്ങളെ സംബന്ധിച്ച് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. ഈ ആചാരങ്ങൾ എന്ന് പറയുന്നത് ദേശകാലങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കാം. ഓരോ ദേശത്തും ആ ദേശത്തിൻ്റേതായിട്ടുള്ള ആചാരങ്ങളുണ്ട്. ഓരോ കുലത്തിനും കുലത്തിൻ്റേതായിട്ടുള്ള ആചാരങ്ങളുണ്ട്. ഓരോ സമുദായത്തിനും സമുദായത്തിൻ്റേതായിട്ടുള്ള ആചാരങ്ങളുണ്ട്. കുടുംബങ്ങൾക്ക് ആചാരങ്ങളുണ്ട്. അത്തരത്തിൽ ആചാരങ്ങൾ പലതരത്തിൽ വൈവിധ്യപൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് അത്തരത്തിലല്ല. അനുഷ്ഠാനങ്ങൾ കേവലം ആചാരങ്ങളെപ്പോലെ ദേശകാലങ്ങൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അനുഷ്ഠാനങ്ങൾ സാർവത്രികമായി ഏകമാത്രമായിട്ട് അതിനൊരു പൊതു സ്വഭാവം അതിനുണ്ടാകാം. വിഷു നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. ഓണം, വിഷു മുതലായ ആഘോഷങ്ങൾ നമ്മൾ ആചരിച്ചു വരുന്നുണ്ട്. ഇവയെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അനുഷ്ഠാനം എന്ന് പറയുന്നൊരു സങ്കല്പത്തിൽ എടുക്കാം. എന്നാൽ ഓണത്തിൻ്റെ തന്നെ ആഘോഷ വൈവിധ്യങ്ങൾ കേരളത്തിൽ ഓരോ ദേശത്തും വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ വിഷു പോലുള്ള ആഘോഷങ്ങൾ ആചരിച്ചു വരുന്നത് സാമാന്യമായ അനുഷ്ഠാനക്രമത്തിലുള്ള ആചരണങ്ങൾ ഒരുപോലെയാണെങ്കിലും അതിലത്തെ ആചാര വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത് ഓരോ ദേശകാലങ്ങൾക്കനുസരിച്ച് ഓരോ ദേശത്തിനും വ്യത്യസ്തമായ സ്വഭാവങ്ങൾ ഈ ആചാരങ്ങളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു ഉദാഹരണം പറയാം. കേരളീയമായ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ കുളിച്ച് ശുദ്ധിയായി വൃത്തിയോടുകൂടി പോകണം എന്നുള്ളത് ക്ഷേത്ര ആചാരങ്ങളിൽപ്പെട്ട ഒരു ആചാരമാണ്. പക്ഷേ ക്ഷേത്ര ആചാരങ്ങളിൽ അല്ലെങ്കിൽ ഇതിനെ അനുഷ്ഠാനപരമായിട്ട് ചിന്തിച്ചാൽ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ കുളിക്കുക എന്നുള്ളത് അനുഷ്ഠാനമാണ്. പക്ഷേ അത് എങ്ങനെ കുളിക്കണം എന്നുള്ളത് ആചാരമാണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ അല്ലെങ്കിൽ കേരളീയമായ ആചാര വൈവിധ്യത്തിൽ മുങ്ങിക്കുളിക്കാണ് പ്രാധാന്യം. മുങ്ങിക്കുളിക്കുമ്പോൾ മാത്രമാകുന്ന പൂർണ്ണമായിട്ടും ശുദ്ധമാവുക എന്നൊരു സങ്കല്പം പൗരാണിക കാലം മുതൽക്ക് തന്നെ കേരളത്തിലുണ്ടായിരുന്നു. എന്നാൽ പരദേശ സമ്പ്രദായങ്ങളിലേക്ക് കടക്കുമ്പോൾ മുങ്ങിക്കുളിക്കുന്നതിന് പകരം ബാത്റൂമിൽ കോരിക്കുളിക്കുക, വെള്ളം കോരിക്കുളിക്കുക എന്ന് പറയുന്ന സമ്പ്രദായങ്ങൾക്കാണ് പരദേശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് പ്രാധാന്യം കാണാൻ സാധിക്കുക. അപ്പോൾ അത് ഓരോ ദേശങ്ങൾക്കും ഉള്ള വ്യത്യാസമാണ്. ഇത്തരത്തിൽ അനുഷ്ഠാനങ്ങൾ നമ്മൾ നിർബന്ധമായും പാലിക്കപ്പെടേണ്ടതാണ്. ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഉത്സവം എന്നത് അവിടുത്തെ അനുഷ്ഠാനമാണ്. അത് ആചരിക്കുന്നത് എങ്ങനെയോ എന്നുള്ളതിനനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാകാം. നമ്മൾ മധ്യ കേരളത്തിലേക്ക് പോകുമ്പോൾ ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പും വലിയ ആഘോഷപൂർവ്വമുള്ള മേളവും അങ്ങനെയുള്ള ആഘോഷങ്ങളാണ് ഉത്സവത്തിൽ കാണാൻ സാധിക്കുക. എന്നാൽ വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. പകരം തിടമ്പ് നൃത്തം അല്ലെങ്കിൽ തെയ്യം പോലുള്ള ആചരണങ്ങൾ അങ്ങനെയുള്ള ക്രമങ്ങളെയൊക്കെ വിവിധ സമ്പ്രദായത്തിലുള്ള ക്ഷേത്രങ്ങളിൽ നമുക്ക് ആചരിച്ചു വരുന്നത് കാണാം. ഇത് വ്യത്യസ്തമായിട്ടുള്ള 2 ആചാര പദ്ധതികളാണ്. ഇതേപോലെ കേരളത്തിൽ തന്നെ ഓരോ തെക്കേ അറ്റത്തുള്ള ആചാരങ്ങളായിക്കൊള്ളണമെന്നില്ല വടക്കേ അറ്റത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. ഭക്ഷണ രീതിയിൽ പോലും ഈ ആചാര വൈവിധ്യത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന പദങ്ങൾ തന്നെയാണ്.